गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. പ്രിയ ഭക്തരെ, സജ്ജനങ്ങളെ, ഏവർക്കും വന്ദനം. വൈറ്റില ശിവ സ്വയംഭൂ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 6ാം ദിവസമായുള്ള ഈ സായം സന്ധ്യയിലെ ഈ ആധ്യാത്മിക പ്രഭാഷണത്തിൽ നമ്മൾ ജീവിത തത്വങ്ങളെ കുറിച്ച്, നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭാരതീയ പൈതൃകം ഒട്ടനവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങളാൽ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത എന്ന ഒരൊറ്റ ഗ്രന്ഥം മതി സനാതന ധർമ്മത്തിന്റെ മൂല്യം എത്രയാണ് എന്ന് മനസ്സിലാക്കുക. ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ശ്രീമദ് ഭഗവത്ഗീത ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നതും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നതും കൂടുതലായിട്ട് ആശ്രയിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. കേവലം ഒരു ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമല്ല നമ്മുടെ സനാതന ധർമ്മം അഥവാ ഭാരതീയ പൈതൃകം. ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഒട്ടനവധി ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ് നമ്മുടെ ഭാരതീയ പൈതൃകം, സനാതന ധർമ്മം. 2 ഇതിഹാസങ്ങളുണ്ട്, 4 വേദങ്ങള്, 5 ഉപവേദങ്ങള്, 6 വേദാന്തങ്ങള്, 18 പുരാണങ്ങള്, 64 കലകള്, 108 ഉപനിഷത്തുകൾ, അങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. ഇവയെല്ലാം മാനവരാശിക്ക് ആധ്യാത്മിക ചൈതന്യം പകരാനും ധർമ്മബോധം പകർന്ന് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, ആത്മീയ സാക്ഷാത്കാരത്തിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ എല്ലാം പ്രധാന തത്വം തന്നെ അതാണ്. ഇവയെല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എത്ര പേർക്ക് സംസ്കൃതം അറിയാം? വളരെ കുറച്ച് പേർക്കേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ പരിഭാഷകളും പരിവർത്തനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണെങ്കിലും നമുക്ക് സംസ്കൃതത്തിൽ എഴുതിയ ആ കാവ്യങ്ങൾ സംസ്കൃതത്തിൽ വായിച്ച് അതിന്റെ ആസ്വാദന രസത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഏത് സാധനമാണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ രുചിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പൂർണ്ണമായ ഒരു സത്ത് ഉൾക്കൊള്ളാനാകുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യമായ ഒരു ഗ്രന്ഥം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഉപനിഷത്തുകളിലും വേദങ്ങളിലും വേദാന്തങ്ങളിലും പറഞ്ഞിട്ടുള്ള എല്ലാ തത്വങ്ങളുടെയും സാരാംശം ആറ്റിക്കുറുക്കിയെടുത്ത് ശുദ്ധമായ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാവ്യമുണ്ട്. അത് പൂന്താനം തിരുമേനി എഴുതിയ ജ്ഞാനപ്പാനയാണ്. അപ്പോൾ ഈ സംസ്കൃതത്തിൽ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരാംശം പച്ച മലയാളത്തിൽ, ശുദ്ധമായ മലയാളത്തിൽ വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുള്ള കാവ്യമാണ് ജ്ഞാനപ്പാന. ആ ജ്ഞാനപ്പാനയുടെ ആസ്പദമാക്കിയാണ് ജീവിത തത്വം നാം ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനപ്പാന 2 വാക്കുകളാണുള്ളത്. ജ്ഞാനം എന്താണെന്നും പാന എന്താണെന്നും ആദ്യം പറഞ്ഞു തരാം. ജ്ഞാനം എന്നാൽ ഈ ശരീരമല്ല ഞാൻ, എന്നുള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ജ്ഞാനം. അതറിയുന്നവൻ ജ്ഞാനി. നമ്മളെല്ലാം ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച് വെച്ചിരുന്നത് ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണെന്നാണ്. എന്നാൽ അതല്ല, എന്റെ ഉള്ളിൽ തുടിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യം സർവ്വവ്യാപിയാണ്. ഇത് ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാവും. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതിന് ജനനമില്ല, മരണമില്ല. അതിനെ നമ്മൾ ആത്മാവെന്ന് പറയും, ബ്രഹ്മം എന്ന് പറയും, ബോധം എന്ന് പറയും. നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ആ ചൈതന്യമാണ് എന്നിൽ വസിക്കുന്നത്. മൺതരി മുതൽ അങ്ങ് പർവ്വതം വരെ എന്ത് സാധനം എടുത്താലും അതിനുള്ളിൽ തുടിക്കുന്ന ആ ദൈവികമായ ചൈതന്യമാണ് ഞാൻ. എപ്രകാരമാണോ സൂര്യരശ്മികള് വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത്, അതുപോലെ ആ പരബ്രഹ്മത്തിന്റെ ചൈതന്യം നമ്മളിൽ പ്രതിബിംബിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ. ഇത് മനസ്സിലാക്കുന്നവനാണ് ഞാൻ. നമ്മുടെ ഈ ശരീരമല്ല ഞാൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ജ്ഞാനം. പാന എന്നാൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭദ്രകാളി സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാന. പള്ളിപ്പാന കേട്ടിട്ടില്ലേ?
പാന എന്നാൽ ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈരടികൾ എന്ന അർത്ഥത്തിലാണ്. ജ്ഞാനപ്പാന മുഴുവൻ എഴുതിയിരിക്കുന്നത് ഈരടികളായിട്ടാണ്, 2 വരികളായിട്ടാണ്. നമ്മളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിലെ 2 വരികൾ എടുത്ത് അവിടെ ഇവിടെയെല്ലാം ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ സന്ദർഭം അനുസരിച്ച്. മുമ്പൊക്കെ ഞാനിപ്പം നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പം അധികം അങ്ങനെ കേൾക്കാറില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുമ്പ് കേൾക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ റീലുകളായിട്ട് മൊബൈൽ ഫോണിൽ നമ്മൾ ആ 2 വരി എങ്ങനെയെങ്കിലും കാണാറുണ്ട്. ഒരു ദിവസത്തിൽ ഒരെണ്ണം കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കാണാറുണ്ട്. അതാണ് ജ്ഞാനപ്പാനയുടെ മഹാത്മ്യം. പൂന്താനം നമ്പൂതിരി ജീവിച്ചത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ വള്ളുവനാട് താലൂക്കിലാണ്. അവിടെ കീഴാറ്റൂർ എന്ന ദേശത്ത് പൂന്താനം ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജന്മന ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഭാഗവതത്തിന് അധികം താല്പര്യനായിരുന്നു. ഭാഗവതം വായിച്ച് അതിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ തന്നെ വേളി കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഉണ്ണി ഉണ്ടാവാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നുണ്ടായ ഉണ്ണി ചോറൂട് ദിവസം മരിച്ചു. ആ ദുഃഖത്തില് ആ കുടുംബം സാഗരത്തിൽ അനുഭവിച്ചു. സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കും, ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയുടെ ചോറൂട് ദിവസം ആ കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എത്ര സങ്കടമാണ് ആ കുടുംബത്തിന് ഉണ്ടാവുക. എന്നാൽ പൂന്താനത്തിന് ആ ദുരന്ത മുഖത്തും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഭാഗവതം വായിച്ച് ഭാഗവത തത്വങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ജനനമില്ല, മരണമില്ല എന്നുള്ളതും ജീവിതം എന്താണെന്നും മനുഷ്യജന്മം എന്താണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ദുരന്ത മുഖത്ത് പിടിച്ചു നിന്നു. എന്നാൽ കുടുംബത്തെ സങ്കടം തീരാതെ വന്നപ്പോൾ അവരോട് ഭാഗവതം വായിക്കണം, നിങ്ങള് ജീവിത തത്വം എന്താണെന്ന് മനസ്സിലാക്കണം, ദുഃഖത്തിൽ നിങ്ങൾക്ക് കരകയറാനാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിൽ പുറപ്പെട്ടു. എന്നോട് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത്? അവിടെ ഇരിക്കുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം, ഇത് ചതുർബാഹുവാണ്, 4 കൈകളുള്ള വിഗ്രഹമാണ്. അത് യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു വിഗ്രഹമാണ്. അതെങ്ങനെയാണ് യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായത്? നമുക്കറിയാം 4 യുഗങ്ങളുണ്ട് എന്നറിയാം. ആദ്യത്തെ കൃതയുഗം, അതായത് സത്യയുഗം, പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, ഇപ്പോൾ കലിയുഗം. അപ്പോ 4 യുഗങ്ങൾക്ക് മുന്നേ ബ്രഹ്മാവ് സൃഷ്ടിപ്രഭാവം തനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ മഹാവിഷ്ണു തന്റേത് തന്നെയായ ഒരു വിഗ്രഹം ബ്രഹ്മാവിന് നൽകുകയുണ്ടായി. ബ്രഹ്മാവ് അത് ദീർഘകാലം തപസ് ചെയ്ത് പ്രശ്നിക്കും സുതപസിനും അത് സമ്മാനിച്ചു. പ്രശ്നയും സുതപസും 60,000 കൊല്ലം ഹൃദയത്തിൽ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എന്റെ മകനായി അങ്ങ് 3 ജന്മം ജനിക്കണം, എന്റെ 3 പുനർജന്മത്തിൽ അങ്ങ് എന്റെ മകനായി ജനിക്കണമെന്ന് പറഞ്ഞ് വരം വാങ്ങിയിരുന്നു. ആ പ്രശ്നിക്ക് സുതപസിനുമാണ് ബ്രഹ്മാവ് ഈ വിഗ്രഹം സമ്മാനിച്ചത്. അവര് അടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിയായപ്പോഴും ഇതേ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം 3ാമത്തെ ജന്മത്തില് വസുദേവനും ദേവകിയായപ്പോഴും ഇതേ വിഗ്രഹം പൂജിക്കാൻ ഭാഗ്യമുണ്ടായി. കശ്യപനും അതിഥിയുമായുള്ള ജന്മത്തില് അതൊരു യാഗം നടക്കുന്ന സമയത്ത് ഒരു പശുവിനെ വേണമായിരുന്നു. അന്ന് വരുണന്റെ തൊഴുത്തിൽ നിന്ന് കശ്യപൻ ഒരു പശുവിനെ കൊണ്ടുവന്ന് യാഗശാലയ്ക്ക് ഇടും. യഥാർത്ഥത്തിൽ അതൊരു മോഷണമായിരുന്നു. അപ്പോൾ അതിനൊരു ശാപം കിട്ടി, നീ ഗോവിനെ മോഷ്ടിച്ചതുകൊണ്ട് നീ അടുത്ത ജന്മം ഒരു ഗോപാലനായി ജനിക്കട്ടെ, ഗോക്കളെ പാലിക്കുന്നവനായി ജനിക്കട്ടെ എന്ന്. അങ്ങനെയാണ് വസുദേവർ യാദവ കുലത്തില് ഒരു ഗോപാലകനായിട്ട് ജനിക്കുന്നത്. അവർക്കുണ്ടായ മകനാണ് നമ്മളുടെ 9ാമത്തെ അവതാരമായ കൃഷ്ണൻ, ശ്രീകൃഷ്ണ അവതാരം. അപ്പോ ഈ വിഗ്രഹം ഈ 3 ജന്മത്തിൽ ഇവർ പൂജിച്ചിരുന്നു. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലെത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ അത് ദ്വാരകയിൽ കൊണ്ടുവന്ന് ദ്വാരകയുടെ മധ്യത്തിലായിട്ട് ഒരു ക്ഷേത്രം പണിത് അവിടെ അത് പ്രതിഷ്ഠിച്ചിരുന്നു. പിൽക്കാലത്ത് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിച്ച് കഴിഞ്ഞിട്ട് തന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി കഴിഞ്ഞ് ഭഗവാൻ സ്വർഗാരോഹണത്തിന്റെ സമയമായപ്പോൾ ഭഗവാൻ ഉദ്ധവരെ വിളിച്ചിട്ട് പറഞ്ഞു, യാദവർ തമ്മിൽ തല്ലി പിളമുടിയും ദ്വാരക വെള്ളത്തിനടിയിലാകും. ആ സമയത്ത് ആ വിഗ്രഹം അത് അളന്നെടുത്ത് ഭൂമിയിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറയുന്നു. ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. അതേസമയത്ത് ദ്വാരക കടലിനടിയിലും പെടുന്നു. ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ട് കാര്യം അറിയിച്ചപ്പോഴേക്കും ദ്വാരക വെള്ളത്തിനടിയിലായി. പക്ഷെ ഒഴുകി നടന്നിരുന്ന ആ വിഗ്രഹത്തെ വായു ഭഗവാന്റെ സഹായത്തോടെ വീണ്ടെടുക്കുകയും അത് ഭൂമിയിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇന്ന് ഗുരുവായൂരിക്കുന്ന സ്ഥലത്ത് വെച്ച്
പാർവതി പരമേശ്വരന്മാരെ കാണുന്നത്. ഇപ്പോ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു, ഞാൻ ദേവകൾക്ക് ഗീതോപദേശിച്ച സ്ഥലമാണ് ഇവിടെ, ഇവിടെ തന്നെ അത് പ്രതിഷ്ഠിക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ഇത് തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ ശൈവചൈതന്യം ഉണ്ടായിരുന്ന ശിലയിൽ നിന്ന് ശൈവതന്യം ആവാഹിച്ച് വടക്കോട്ട് മാറ്റിയിരുത്തി. അതാണ് ഇന്നത്തെ മമ്മിയൂരമ്പലം. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ മമ്മിയൂരും തുടങ്ങുമെന്ന് പറയുന്നത്. അവിടെ ഇരുന്ന ദേവി ചൈതന്യത്തിനെ ഇടതുവശത്തേക്ക് മാറ്റിയിരുത്തി. അതാണ് ഇടത്തിരുത്ത് കവലം. അവിടെ ആ സ്വയംഭൂ ശിലയില് ഈ യുഗങ്ങൾക്ക് മുന്നേ മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിന് സമ്മാനിച്ച് ഇത്രയും മഹാനുഭാവന്മാരായിട്ടുള്ള ആൾക്കാർ പൂജിച്ച ആ വിഗ്രഹം, ഭഗവാൻ കൃഷ്ണൻ തന്നെ പൂജിച്ച ആ വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും തന്നെ പ്രാണം കൊടുത്ത് അവർ പ്രതിഷ്ഠിക്കുന്നത്. അതാണ് ഗുരുവായൂരമ്പലം. ഗുരുവായൂരമ്പലം ഭൂലോക വൈകുണ്ഠമാകുന്നത് ഇതുകൊണ്ടാണ്. ഭൂലോക വൈകുണ്ഠമായതിനും ആ ഗുരുവായൂരമ്പലത്തിന്റെ പ്രാധാന്യത്തിന് മറ്റൊരു കഥ കൂടിയുണ്ട്. പരീക്ഷത്ത് കാട്ടിൽ നായാട്ടിന് പോകുമ്പോൾ ഒരിക്കൽ ഒരു മുനിയെ കണ്ടു, ദാഹജലം ചോദിച്ചു. മുനി ധ്യാനത്തിലായിരുന്നു, അദ്ദേഹം ഇത് അറിഞ്ഞില്ല. ദേഷ്യം വന്ന പരീക്ഷത്ത് ഒരു ചത്ത പാമ്പിനെടുത്ത് ആ മുനിയുടെ കഴുത്തിലിട്ടു. അതിട്ട് പോകും. കുറെ കഴിഞ്ഞപ്പോൾ മുനിയുടെ പുത്രൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച തന്റെ പിതാവിന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോ പുത്രൻ ശപിച്ചു, ഈ പാമ്പ് ആരിട്ടതാണെങ്കിലും അവൻ ഇന്നേ കീഴാണ് തക്ഷകന്റെ ദർശനമേറ്റ് മരിക്കും എന്ന്. ഇതറിഞ്ഞ പരീക്ഷിത്ത് രാജാവ് വയോവിധനായിട്ട് രാജസദസ്സിലെ ഗുരുവിനോട് പരിഹാരം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സപ്താഹം കേൾക്കാൻ പറഞ്ഞു. സപ്താഹം കേട്ടാൽ മോക്ഷം കിട്ടും, പാപങ്ങൾ കിട്ടും. അപ്പോ അതിന് 7 നിലയിലെ മാളിക ഉണ്ടാക്കി കടലിൽ നിനക്ക് അതിന് മുകളിൽ കയറി സപ്താഹം കിട്ടും. 7-ാം ദിവസം വൈകിട്ട് തക്ഷകൻ അതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. തക്ഷകൻ 7-ാം ദിവസം അസ്തമയത്തിന് മുമ്പായിട്ട് ദർശനമായിട്ട് മരിക്കും എന്നാണ് ശാപം. അപ്പൊ അത് നടപ്പിലാക്കണം തക്ഷകൻ. തക്ഷകൻ അന്ന് അവരെ കൂട്ടാളികളെല്ലാം ബ്രാഹ്മണന്റെ വേഷം കെട്ടി തക്ഷകൻ ഒരു പുഴുവിന്റെ രൂപത്തിൽ ഒരു പഴത്തിനുള്ളിൽ കയറി ഇരുന്ന് വൈകുന്നേരമായപ്പോൾ ആ മാളികയുടെ മുമ്പിലെത്തി. അപ്പോൾ രാജാവിനോട് ചോദിച്ചു, പറഞ്ഞു, എന്തായാലും വൈകുന്നേരമായില്ലേ, ഇനിയിപ്പോ ആര് എന്ത് ചെയ്യാനാണ്, കടത്തി വിട്ടോളാൻ പറയും. അങ്ങനെ വരുന്നു. പക്ഷെ ഈ ഒരു ആ പഴം മുറിച്ചപ്പോൾ അതിനുള്ളിൽ കണ്ട പുഴുവിനെ കണ്ടപ്പോൾ പരീക്ഷിത രാജാവ് അഹങ്കാരത്തോടുകൂടി ഇനി ആർക്കും വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഹത്ത് വയ്ക്കുകയും അത് ഉടനെ തക്ഷകൻ പൂർണ്ണരൂപം പ്രാപിച്ച അദ്ദേഹത്തെ ദംശിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകനായ ജനമേജയൻ തന്റെ പിതാവിനെ കൊന്ന സർപ്പങ്ങളെ വധവരുത്തും, ഇല്ലാതെയാക്കും എന്ന ദൃഢനിശ്ചയത്തോടെ സർപ്പസത്രം നടത്തിയാണ് ഒരു യാഗം. ആ യാഗത്തിലേക്ക് എല്ലാ സർപ്പങ്ങളെയും ആവാഹിച്ച് ഹോമിച്ചു. അങ്ങനെ തക്ഷകനെയും ആവാഹിച്ച് അതിന് മുമ്പിൽ കൊണ്ടുവന്ന തക്ഷകൻ പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത്, ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല, എന്നെ നിക്ഷിപ്തമായ കർമ്മമാണ് ഞാൻ ചെയ്തത്, അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല, എന്റെ പാപം എനിക്കല്ല, ഇതിന് ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞെങ്കിലും ജനമേജയൻ വിടാൻ തയ്യാറായിരുന്നില്ല. എന്നാലും ദേവകളുടെ സംയോജിതമായ ഇടപെടലുകൊണ്ട് അദ്ദേഹത്തെ ജീവൻ രക്ഷിച്ചു തക്ഷകന്റെ. ആ സമയത്ത് തക്ഷകൻ ജനമേജയനെ ശപിക്കുകയാണ്, നീ കുഷ്ഠരോഗം വന്ന് ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കട്ടെ എന്ന്. ഇങ്ങനെ കാലങ്ങളോളം കുഷ്ഠരോഗത്താൽ വളഞ്ഞ ജനമേജയന് എല്ലാ വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചിട്ടും മാറാത്ത ഇതില് അത്രി മഹർഷി വന്നപ്പോൾ പറഞ്ഞു, പരശുരാമ ഭൂമിയില് ഇങ്ങനെ ഭൂലോക വൈകുണ്ഠമായ ഒരു ക്ഷേത്രമുണ്ട് മഹാവിഷ്ണുവിന്റെ, അവിടെ പോയി ഭജിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ വന്ന് ഭജനമിരിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഒരു രാത്രി അദ്ദേഹം നിശേഷം സുഖം പ്രാപിച്ചു. അസുഖങ്ങളെല്ലാം മാറി അദ്ദേഹം സുഖം പ്രാപിച്ചു. ഈ ഒരു കഥ ഒന്നുകൊണ്ട് മാത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ലോകം മുഴുവനും വ്യാപിച്ചു. അങ്ങനെയാണ് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഇത്രയും പ്രാധാന്യം വരുന്നത്. ഇത് ഭാഗവതത്തിലൂടെ വായിച്ച് ഈ കാര്യം അറിയാവുന്ന പൂങ്കാനം നേരെ പോയത് ഗുരുവായൂർക്കാണ്. അദ്ദേഹം അവിടെ പോയി അവർക്ക് നിവേദിച്ചോറും കഴിച്ച് ആ ക്ഷേത്രത്തിൽ ഭജനിരിക്കുന്ന പോലെ അവിടെ കഴിഞ്ഞുകൂടി. ഉള്ളില് പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖം ചെറുതായിട്ടുണ്ട് എന്നെല്ലാം തത്വം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ഉണ്ണിയെ കാണിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത്, അതിന്റെ പരിസരത്താണ് കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. മേൽപ്പീലിനെ ചൂടിയ ഒരു ഉണ്ണിക്കണ്ണം വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്നത്തെ ചോദിക്കുന്നു, എന്തിനാണ് ഇനി ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഉണ്ണിയായിട്ട് ഞാൻ അങ്ങയുടെ കൂടെ ഇല്ലേ, ഇനി എന്തിനാണ് ഉണ്ണികള് വേറെ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് വളരെ അങ്ങ് ആകർഷണമാണ്, വളരെ ആകർഷിച്ചു അദ്ദേഹത്തിന്റെ അത്. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്കും അങ്ങനെയാണ് അല്ലെ, നമുക്ക് വളരെ സന്തോഷം തോന്നും. യഥാർത്ഥത്തില് വളരെ ഞെട്ടിയുണർന്നതാണ് അതിന്റെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത്. ചില സ്വപ്നം കാണുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോ ഉദാഹരണത്തിന് ഈ സ്വപ്നം കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടി ഞെട്ടി ഉണർന്നത്. അപ്പോഴാണ് ഇത് സ്വപ്നമാണെന്നുള്ളത്.
അപ്പൊ ഉദാഹരണം മനസ്സിലായി, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണിത്. ഭഗവാൻ തന്നെയാണ്, ഈ മഹാവിഷ്ണു തന്നെയാണ് ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഭൂതാന ധ്യാനപാലകർ ഒരു വരി എഴുതി വെച്ചിട്ടുള്ളത്, ഏറ്റവും മനോഹരമായ വരി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ളത്. ഭൂതാനത്തിന് ഭഗവാനോടുള്ള ആ ഭക്തി വീണ്ടും കൂടി. ഭൂതാനത്തിന്റെ ഭക്തിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ജ്ഞാനപ്പാലയിലൂടെ നമുക്ക് ജീവിതത്തിൽ എഴുതി വെക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് എങ്ങനെയാണ് മനുഷ്യജന്മം സിദ്ധിക്കുന്നത്, എന്താണ് മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം, എന്താണ് മനുഷ്യജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് അദ്ദേഹം ഈ ജ്ഞാനപ്പാലയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ചയാവുന്ന ഇന്ന് പ്രഭാഷണത്തിൽ വിവരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. മനുഷ്യജന്മം എന്തിനാണ്, മനുഷ്യജന്മം എങ്ങനെ ജീവിക്കണം, മനുഷ്യജന്മം കൊണ്ട് എന്താണ് നമ്മൾ നേടേണ്ടത് എന്ന് അത് നമുക്ക് നേരിട്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ആ മഹാനുഭാവൻ തിരുമേനി. അദ്ദേഹം അപ്പോൾ ഭഗവാനുള്ള ഭക്തി കൊണ്ട് എഴുതിയ കാലമാണ് എന്ന്. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഭക്തിരസത്തെ കുറിച്ച് കൂടി ഒന്ന് പറയേണ്ട കാര്യമുണ്ട്. അദ്ദേഹം നിഷ്കാമ ഭക്തനായിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഭഗവാനെ സേവിച്ചിരുന്നത്. നിഷ്കാമ ഭക്തിയായിരുന്നു. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷെ ഭൂതാൻ അങ്ങനെയായിരുന്നില്ല. ഒന്നുമില്ല, ഭഗവാനെ സേവിക്കലായിരുന്നു. പൂർണ്ണമായി അദ്ദേഹം ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്തത്. നിഷ്കാമ ഭക്തിയായിരുന്നു. അതുപോലെ തന്നെ അചഞ്ചലമായ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്. അതായത് പൂർണ്ണമായി അദ്ദേഹം ഭഗവാനെ സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. ഇന്ന് കുറച്ച് ഭക്തി കൂടി, നാളെ കുറഞ്ഞു, അങ്ങനെയല്ല. നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഭക്തി കൂടുന്നത് അല്ലെ. പരീക്ഷാകാലമാകുമ്പോൾ കുട്ടികൾക്ക് ഭക്തി കൂടും, ഒരു ഇന്റർവ്യൂ വന്നാല് ഉദ്യോഗാർത്ഥികൾക്ക് ഭക്തി കൂടും. അങ്ങനെ നമ്മളുടെ ഓരോ ദുരിതങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഭക്തി കൂടുന്നത്. അങ്ങനെയല്ല, നമുക്ക് ഒരേപോലെ ഭക്തി ഭഗവാന് വേണം. നമ്മളെ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ആ മണ്ണിലൊന്നും തൊട്ട് നിലയിൽ വയ്ക്കണം. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണിത്. ആ ഒരു സ്ഥലവും ആ മതിക്കെട്ടിനുള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് നമ്മൾ പാദം കൊണ്ട് സ്പർശിക്കുമ്പോൾ പാദസ്പർശം ക്ഷമസുമേ എന്ന് പറഞ്ഞ് തൊട്ട് വരണം. നേരെ വന്നാൽ കൊടിമരത്തിന്റെ മുകളിൽ ഭഗവാന്റെ വാഹനമുണ്ട്. ആ വാഹനത്തെ ആദ്യം തൊടണം. കൊടിമരച്ചോട്ടിൽ അഷ്ടദിപ്പാലകരുണ്ട്, അവരെയും തൊടണം. അതിനുശേഷം അകത്തെ ദ്വാരപാലകനെ തൊടുത്തിട്ട് വേണം ഭഗവാൻ തൊഴാൻ. ഭഗവാൻ തൊടുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മളുടെ നമ്മൾ പരിവേദനങ്ങൾക്ക് കെട്ടഴിക്കുകയല്ല വേണ്ടത്. ഭഗവാനെ കണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥിതി പാടി ഭഗവാന്റെ മുഖത്തേക്ക് നോക്കണം. ഭഗവാനോടൊരു ആശയവിനിമയം നടത്തണം. നേരത്തെ പറഞ്ഞില്ലേ, ഈ ശരീരമല്ല, എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ ചൈതന്യം കൊണ്ട് ആ ചൈതന്യത്തിനോട് നമ്മളൊരു ആശയ സംവാദം നടത്തണം. ഭഗവാനെ സൗഖ്യമാണോ എന്നൊന്ന് ചോദിക്കാൻ തോന്നണം. നമുക്ക് ഉത്സവമാണ്, മുളയിടല്, കൊടിയേറ്റ് തുടങ്ങിയ ചടങ്ങുകളെല്ലാം ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങളാണ്. അപ്പോ കൊടിയേറ്റന്ന് രാവിലെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ നമ്മുടെ ഉത്സവമാണ്, എല്ലാം ഭംഗിയായി നടക്കാൻ അനുഗ്രഹം ഉണ്ടാവണം എന്ന് തന്നെ പറയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അത് സംസാരിക്കുമ്പോഴാണെങ്കിലും ചിന്തിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ഊർജ്ജസ്വലമായ വാക്കുകൾ ഉപയോഗിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നാണ് എന്റെ പക്ഷം. എന്ന അനുഭവം അത് തന്നെയാണ്. എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ പിന്തുടരും. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചെയ്യും. ഭഗവാനോട് നമ്മൾ പറയേണ്ടത്, ഭഗവാനെ ഉത്സവം ഭംഗിയായി നടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ ഉത്സവം നടത്താൻ വേണ്ടി ഭഗവാന്റെ കൈയും കാലും നെയ്യുമായിട്ട് പഞ്ചേന്ദ്രിയങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ടാവും ഇവിടെ. അവർക്ക് ആ ഊർജ്ജസ്വലമായിട്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കണേ ഭഗവാനെ. എനിക്കും അതിന്റെ ഒരു ഭാഗമാകാൻ സാധിക്കണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നമ്മളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിലെ ആവശ്യങ്ങളും അറിയാത്ത ആളൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. ചൈതന്യത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം ഇന്ന് എന്താണ് നിനക്ക് വേണ്ടത്, നാളെ നിനക്ക് എന്തെല്ലാം വേണ്ടി വരും എന്നുള്ളതും അറിയാവുന്ന ചൈതന്യമാണ്. അപ്പോൾ നമ്മൾ ചെന്നാൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മളെ ഭഗവാനുമായിട്ട് ഒരു സ്തുതിഗീതം പാടി ഭഗവാനുടെ ആശയവിനിമയം നടത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളെ പ്രാർത്ഥന വേണ്ടത്. ഭഗവാൻ എല്ലാം തരും, സമയാസമയങ്ങൾ നമുക്ക് തരും. നിങ്ങൾക്ക് തരാൻ വൈകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ് അത് വരാൻ കഴിയുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ട് അതികഠിനമായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ചെന്ന് കാണുക, പ്രദക്ഷിണം വയ്ക്കുക. ആ ശക്തി, ആ ഊർജം നമ്മളിലെ ഒരു സംരക്ഷണ കവചമായിട്ട് ഉണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ സംരക്ഷണ കവചം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താനാവില്ല, ഒന്നിനും നമ്മളെ തകർക്കാനാവില്ല. ആ ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇത് നമ്മുടെ കർമ്മഫലമാണ്, നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അപ്പൊ കണ്ണിന് വേണ്ടത് വിഗ്രഹത്തെ കൊണ്ട് പോകുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം
ഭഗവാനാണ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭക്തി കൂടി കൂടാതെ തന്റെ നിഷ്കാമ ഭക്തിയും അചഞ്ചലമായ ഭക്തിയും ഭഗവാൻ സമർപ്പിക്കുന്നതോടുകൂടി ഒന്നുകൂടി തീക്ഷ്ണമായി അദ്ദേഹം അവിടെയുള്ള ദൈനംദിന കാര്യങ്ങളിലും പൂജകളിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ സന്ധ്യയ്ക്ക് അവിടെ സഹസ്രനാമം ചൊല്ലുന്ന ഒരു പതിവുണ്ട്, വിഷ്ണു സഹസ്രനാമം. അത് ചൊല്ലുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു നാവുപിഴ സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, പത്മനാഭോ മരപ്രഭോ എന്ന് പറഞ്ഞു. പത്മനാഭോ അമരപ്രഭോ എന്നാണ് പറയേണ്ടിയിരുന്നത്. അതായത് എഴുതി വച്ചിരിക്കുന്നത് ലോകസന്ധിയിലും വായിക്കേണ്ടത് ആഗമസന്ധിയിലുമാണ്. പക്ഷെ അദ്ദേഹം അത് ഒരു നാവുപിഴ കൊണ്ട് പത്മനാഭോ മരപ്രഭോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നിരുന്ന മേൽപ്പത്തോട് പറയാൻ പറ്റുന്നതിരിപ്പാട് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, അഹങ്കാരവും ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ചോദിച്ചു, എന്നാലും എന്താണ് ഈ മലപ്രഭു, ആരാണ് ഈ മലപ്രഭു എന്ന് ചോദിച്ചു. അപ്പോൾ അകത്തു നിന്ന് ശരീരം വന്നു, മലപ്രഭുവും ഞാൻ തന്നെയാണ്, മറ്റാരാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ തന്റെ ഭക്തൻ എന്ത് രൂപത്തിലാണോ ഭജിക്കുന്നത്, എന്ത് രൂപത്തിലാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ ആ ഭക്തന്റെ മുമ്പിൽ വരും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ്. അതിന്റെ ഓർമ്മയ്ക്കാണ് ഇന്നും ഗുരുവായൂര് ഒരു മരപ്രഭുവിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ തെക്കേ നടയിൽ ഗുരുവായൂർ കേശവന്റെ പ്രതിമയുടെ അടുത്തായിട്ട് ഒരു വലിയ മരപ്രഭുവിന്റെ കളിമൺ ശില്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പം. ഏകദേശം 6500 ഇഷ്ടികകൾ ഉണ്ടാക്കിയതാണ്. അതിനുള്ളിൽ കളിമണ്ണ് പ്രത്യേക ഔഷധ കൂട്ടികൾ ഒഴിച്ച് നിർമ്മിച്ചതാണ്. വിഷ്ണു മഹേശ്വരന്മാരെന്ന ആരുടെ സങ്കല്പത്തിലാണ് അതിന്റെ ഉടല്, ബ്രഹ്മസങ്കല്പത്തിലാണ് അതിന്റെ ശിരസ്. പ്രകൃതിയുടെ വിഭവങ്ങളായ മഴയും മഞ്ഞയും വെയിലും തന്നെയാണ് അതിന്റെ നിവേദ്യങ്ങൾ. അതിന് പ്രത്യേകിച്ച് നിവേദ്യങ്ങളില്ല, വിളക്ക് പോലും വയ്ക്കുന്നില്ല. അങ്ങനെ 1995 അതവിടെ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ മനസ്സിലായത് പൂന്താനത്തിന് ഒരു നാവപിഴ പോലും എത്ര പ്രാധാന്യത്തോടെയാണ് ഗുരുവായൂരപ്പൻ കണ്ടതെന്നും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതെന്നും അതിന്നും അവിടെ ഒരു സ്തംഭമായി ഒരു ഓർമ്മയായി നിൽക്കുന്നു. അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനേകദേശം 2002 തോന്നുന്നു ഒരു വലിയ പ്രഭാമണ്ഡലം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചലോകത്തില്. അതിൻ്റെ ഉള്ളില് അതിവിശിഷ്ടമായ പൈശാചിക ഗൃഹമാണ് നിറച്ചിരിക്കുന്നത്. ഗൃഹം നെയ്യ്, അത്യപൂർവമായ ഔഷധക്കൂട്ടുകളാണ് അതിനകത്ത് നിറച്ചിട്ടുള്ളത്. അതിന്റെ ഊർജ്ജപ്രസരണം വളരെ അധികമാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ആവശ്യമുള്ള പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ തെക്കേ നടയില് ആ ഗുരുവായൂർ കേശവൻ പ്രതിമയ്ക്ക് അരികിച്ചില്ല, മുകളിലേക്ക് അങ്ങോട്ട് ചെല്ലണ്ട, പള്ളിയോട് പോകാൻ വഴിയുണ്ട്. ഈ മരപ്രഭുവിന്റെ അടുത്ത് ചെന്ന് അതിന് 7 പ്രദക്ഷിണം വയ്ക്കുക. മറ്റൊരിക്കൽ അവിടെ മൂലമന്ത്രം എഴുതിയിട്ടുണ്ട്, ആ മന്ത്രം ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുക, കുറച്ചു നേരം അവിടെ ഇരിക്കുക. ആ ഊർജം തന്നിലേക്ക് ആകർഷിച്ച് അതിന്റെ സംരക്ഷണ വലയം നേടിക്കൊണ്ട് തന്നെ വരിക. ഭൂതാനത്തിന്റെ ഭക്തിയുടെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഭൂതാനം അവിടെ കഴിഞ്ഞ് കൂടുന്ന സമയത്ത് തനിക്കുണ്ടായ ദുരിതത്തിൽ ഞാൻ എങ്ങനെയാണോ ഭൂതാനം ആ ജീവിത ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാതെ എങ്ങനെയാണോ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അത് മാനവരാശിക്ക് മുഴുവൻ ഗുണപ്പെടണം എന്ന രീതിയിൽ അദ്ദേഹം അത് ലളിതമായ ഭാഷയിൽ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ മലയാളത്തിൽ എഴുതിയൊരു കാവ്യമാണ് ഞാനപ്പാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യജീവനം എങ്ങനെയാണ് സിദ്ധിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ ആത്മീയ സാക്ഷാത്കാരം നേടി നമ്മൾ ആത്യന്തികമായ മോക്ഷം എന്ന പദവി എത്തിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജ്ഞാനപ്പാനയിലേക്ക് വരാം. ജ്ഞാനപ്പാന തുടങ്ങുന്നത് അദ്ദേഹം ആദ്യത്തെ വരിയിൽ ഗുരുനാഥൻ തുണജീക സംഗമം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും മാതാപിതാ ഗുരുദൈവം എന്നൊരു കാര്യം ആലോചിക്കണം. മാതാവിനെയും പിതാവിനെയും നമ്മൾ ആലോചിക്കണം. മാതാവാണ് എന്നെ നൊന്ത് പ്രസവിച്ചത്, എൻ്റെ പിതാവാണ് അതിന് കാരണം. മാതാവിനെയും പിതാവിനെയും പുരസ്കരിക്കണം. അതിനുശേഷം ഗുരുനാഥനും. എന്തുകൊണ്ടാണ് ഗുരുനാഥന്? ഗുരുനാഥനാണ് നമുക്ക് വിദ്യകൾ പഠിപ്പിച്ചു തന്നത്. ഓരോന്നിനെയും പ്രാധാന്യം കൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. ഭഗവാന്റെ പ്രാധാന്യം എന്താണ് പോലും പഠിപ്പിച്ചു തന്നത് ഗുരുനാഥനാണ്. അതുകൊണ്ടാണ് ഭഗവാന് മുന്നേ ഗുരുനാഥനെ വണങ്ങുന്നത്. ആ മാതാപിതാ ഗുരുദൈവം. ഗുരുനാഥൻ തുണജീക സന്തതം. എന്തിന്? തിരുനാമങ്ങൾ നാവിൽ മേലെപ്പെടും. തിരുനാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് ആരായിരിക്കും? അച്ഛനും അമ്മയുമാണ്. അവിടെ മാതാവിനെയും പിതാവിനെയും സ്മരിക്കുന്നു. നമ്മളെല്ലാം പണ്ട് ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ എന്നെ അച്ഛനമ്മയും എൻ്റെ അപ്പൂരും അമ്മയൊക്കെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. രചിക്കുകയൊക്കെ തിരുനാമങ്ങൾ. അപ്പോൾ ആ പിതാവിനെയും മാതാവിനെയും നമ്മൾ സ്മരിച്ചുകൊണ്ട് ഗുരുനാഥനെ സ്മരിക്കുന്നു. തിരുനാമങ്ങൾ നാവിൽ നിന്ന് ഒഴിയാതിരിക്കുക. എന്തിനാണ്? നരജന്മം സഫലമാക്കിയതാണ്. ഞാനപ്പാടെ
പ്രധാന തത്വം ഈ 4 വരിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? നമ്മൾ ത്രേതായുഗത്തില് 60,000 കൊല്ലം തപസ് ചെയ്താലാണ് സിദ്ധി ഉണ്ടാകുക, അല്ലെങ്കിൽ മോക്ഷം കിട്ടുക. 60,000 കൊല്ലം എന്ന് പറയുന്നത് എന്താണ്? കാരണം നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ 360 വർഷം കഴിയുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു വർഷമാകുന്നത്. അങ്ങനത്തെ 4500 വർഷമാണ് ഹൃദയയുഗം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം എത്ര വർഷം വരുമെന്ന്. 4500 ഗുണം 360. ഇനിയോ ഹൃദയയുഗത്തിലെ 4 അംഗങ്ങളാണ് ഓരോ യുഗത്തിലുള്ളത്. ഈ 4 അംഗങ്ങളും അവിടെ ധർമ്മമായിരുന്നു. 4 അംഗങ്ങളും ധർമ്മമായിരുന്നു, പൂർണ്ണമായും ധർമ്മയുഗമായിരുന്നു. അതുകൊണ്ടാണ് സത്യയുഗം എന്ന് വിളിക്കുന്നത്. ഹൃദയയുഗം 2, അതായത് 2 അവതാരങ്ങൾ ഉണ്ടായ സമയമാണ്. മത്സ്യം കൂടുമ്പോൾ 4 മത്സ്യം കൂടുമ്പോ വരാഹം നരസിംഹം 4 അവതാരങ്ങൾ ഉണ്ടായ യുഗമാണ് ഹൃദയയുഗം. അതിനുശേഷം ത്രേതായുഗം 3 അവതാരങ്ങൾ ഉണ്ടായ സമയമാണ്, യുഗമാണ് ത്രേതായുഗം. അവിടെയാണ് വാമനനും പരശുരാമനും ശ്രീരാമനും ഉണ്ടായത് അവതാരങ്ങൾ. അതിനുശേഷം ദ്വാപരയുഗം 2. ത്രേതായുഗത്തില് 3 ഭാഗം സത്യവും 1 ഭാഗം അധർമ്മവുമായിരുന്നു. ദ്വാപരയുഗത്തില് 2 അവതാരങ്ങൾ ഉണ്ടായിരുന്നു. 2 ഭാഗം ധർമ്മവും 2 ഭാഗം അധർമ്മവുമായിരുന്നു. ശ്രീരാമൻ ശ്രീകൃഷ്ണനായിരുന്നു അവതാരം. കലിയുഗത്തില് 3 ഭാഗങ്ങളും അധർമ്മമാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടെ നോക്കിയാൽ അധർമ്മമേ കാണാനുള്ളൂ. ധർമ്മത്തിന് ഒരു ഭാഗമേ ഉള്ളൂ 4 ഭാഗത്തിൽ. അപ്പോ 4500 വരുന്ന ഹൃദയയുഗം, 3600 വർഷം ഉണ്ടായിരുന്ന ത്രേതായുഗം, 2500 വർഷമുള്ള ദ്വാപരയുഗം, 1200 വർഷമുള്ള കലിയുഗം. ഇത്രയും കാലങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ചതുർയുഗം കഴിയുന്നത്. ഇങ്ങനെയുള്ള 71 ചതുർയുഗം കഴിയുമ്പോഴാണ് ഒരു മന്വന്തരമാകുന്നത്. എത്ര 19 കോടി വർഷമാണ്. അങ്ങനത്തെ 14 മന്വന്തരം കഴിയുമ്പോഴാണ് ഒരു കൽപ്പം വരുന്നത്. അത് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല എത്രയാണ് കണക്കൂട്ടുന്നു. അതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. ഒരു ബ്രഹ്മാവിന്റെ ആയുസ്സാണ്. പിന്നീട് അടുത്ത ബ്രഹ്മാവ് അവതാരമായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലയളവ് ഇതാണ്. അപ്പോൾ തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം കലിയുഗത്തിൽ നമുക്ക് വൃത്തി നേടാം, മോക്ഷം നേടാം. എന്താണ് തിരുനാമ സങ്കീർത്തനം? തിരുനാമം പ്രത്യേക സമ്മതം, തിരുനാമങ്ങൾ അറിഞ്ഞപ്പോഴും തിരിയാതിരിക്കണം. നമ്മുടെ നിലജന്മം സഫലമാക്കിയിടുക. മരണായി ജനിച്ച ആ ജന്മം സഫലമാക്കിയിടുക. തിരുനാമങ്ങൾ നാവിൽ നിന്ന് ഒഴിയാതിരുന്നാൽ മാത്രം മതി. തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് വൃത്തി നേടാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന 2 നാമം മാത്രം മതി. അധിക നാമങ്ങൾ അറിയാൻ പാടില്ലാത്ത ആളാണ്. അതിനുശേഷം ഈ 4 വരിക്ക് ശേഷം ഭഗവാൻ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വന്ദിച്ചു കഴിഞ്ഞ ശേഷം ഇനി ഭഗവാനെ വർണ്ണിക്കുകയാണ്. 12 പ്രാവശ്യം ഭഗവാന്റെ നാമങ്ങൾ പറയുന്നു. കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. 2 പ്രാവശ്യം ഹരേ എന്നും പറയുന്നു. ഭഗവാനെ വന്ദിച്ചു, ഗുരുവിനെ വന്ദിച്ച് തുടങ്ങി. ഇത് ഗുരുത്വമുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗുരുവിനെ വന്ദിച്ച് തുടങ്ങുന്നത്. ഗുരു എന്നാണ് അർത്ഥം. ഗുരു ഇരുട്ട്, ഗു അത് മാറ്റുന്നവൻ. ഇരുട്ടിനെ മാറ്റി വെളിച്ചം തരുന്നവനാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല. നമ്മുടെ അനുഭവവും ഗുരു തന്നെയാണ്. നമ്മൾ കാണുന്ന ഒരു സന്ദേശം അതും ഒരു ഗുരുസ്ഥാനത്ത് നമുക്ക് കാണാം. നമ്മളുടെ അനുഭവങ്ങൾ ഗുരുവെന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു കൊച്ചുകുട്ടി ചെയ്ത് നമ്മളെ കാണിച്ചിരുന്ന കാര്യം പോലും കാണുമ്പോൾ അത് ഗുരുവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഗുരു എന്നുള്ളത് ഒരു വ്യക്തി മാത്രമല്ല. നമ്മുടെ അനുഭവങ്ങളും നമ്മൾ വായിക്കുന്ന സന്ദേശങ്ങളും നമ്മൾക്ക് ചെറിയ ഒരു കുട്ടി പോലും അല്ലെങ്കിൽ ഒരു മൃഗമോ കാണിച്ചു തരുന്ന ഒരു കാര്യം പോലും നമുക്ക് ഒരു ഗുരുസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഭഗവാനെയും വന്ദിച്ച ശേഷം ജ്ഞാനപ്പാനയുടെ തത്വം പറഞ്ഞു തുടങ്ങുവാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഈ നാളെയിൽ എന്തെന്നറിഞ്ഞില്ല. ശരിയല്ലേ? ഇന്നലെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്റെ ബാല്യം, കൗമാരം, യൗവനം മധ്യം ഇങ്ങനെ പോകുന്നു. ഇല്ലേ? അപ്പോ ഇന്ന് നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഞാൻ ഇത്രയായത് എന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷങ്ങളായി, സത്യമാണ്. പക്ഷെ അത് പ്രധാനമുള്ള ഉദ്ദേശിക്കുന്നത് ഇന്നലെ എന്നാൽ കഴിഞ്ഞ ജന്മമാണ്. നേരത്തെ പറഞ്ഞു, ആത്മാവിന് ജനനമില്ല, മരണമില്ല. അവിടെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതാണ് നമ്മുടെ ജന്മവും പുനർജന്മവും. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മമാണ്. അതുപോലെ തന്നെ നാളെ എന്ന് പറയുന്നത് അടുത്ത നിമിഷമാവാം, അടുത്ത വർഷമാവാം, അടുത്ത ജന്മമാവാം. അടുത്ത ജന്മം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൂന്താനങ്ങളെ ലളിതമായിട്ടാണ് മലയാളത്തിൽ എഴുതി ചെയ്യുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം
കുറച്ചുകൂടി ആത്മീയ ജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെതായ തലത്തിലേക്ക് പോയി അത് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പൊ ഇന്നലെയോളം എന്തെന്നിറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മമാണെന്നാണ് കവി ഉദ്ദേശിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ആത്മീയ ജ്ഞാനം കൂടി വേണ്ടി വരും. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ നമ്മളോട് തന്നെ നീതി പുലർത്തണം. നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മുടെ ആത്മാവേ ഉള്ളൂ അല്ലേ? ഒരു ദിവസത്തിൽ 60 നാഴികയുണ്ട്. അതിൽ ഒരു നാഴിക നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങൾ എന്തായാലും രാവിലെ കുളിക്കുന്നവരാണ്, വീട്ടിൽ വർക്കെത്തിക്കുന്നവരാണ്. നിങ്ങൾ ആ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. അതിൽ പകുതി സമയം എടുത്താൽ മതി. രാവിലെ 12 മിനിറ്റ് നിങ്ങൾ ആ വിളക്കിലേക്ക് നോക്കി, ആ ദീപനാളത്തിലേക്ക് നോക്കി ധ്യാനിക്കുക, മനസ്സിൽ ഏകാഗ്രത വരുത്തുക. എന്തിനാണ്? നിങ്ങൾക്ക് നാളെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വരുമ്പോഴോ പ്രതിസന്ധി വരുമ്പോഴോ അതിനെ തരണം ചെയ്ത് സുഗമമായി മുന്നോട്ട് പോകാൻ. പ്രകാരമാണ് പ്രധാനത്തിന്റെ ദുരിതം കൊടുത്ത് ജീവിതത്തെ അതിജീവിച്ചത്. അതുപോലെ നമ്മൾക്കും നമ്മളുടെ മനക്കരുത്ത് കൊണ്ട് നമ്മളുടെ ആപത്തുകളെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിടാനായിട്ട് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കണം. ഈ അടുത്ത് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു കടുകയിൽ അയച്ചു. അദ്ദേഹം വലിയൊരു കമ്പനിയിൽ വലിയൊരു ജോലിക്കാരനായിരുന്നു. അതിന് പറഞ്ഞാൽ അത്ര വലിയൊരു ശമ്പളം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ മാസത്തവണ അടയ്ക്കേണ്ട ലോണുകൾ എടുത്ത് വെച്ചിരുന്നു. ഒരു ദിവസം കാലത്ത് ഓഫീസിൽ നമ്മൾ പറഞ്ഞു, നിനക്ക് നാളെ മുതൽ അല്ല ഇന്ന് മുതൽ ജോലിയില്ല, നിനക്ക് 1 മാസം ശമ്പളം പോകാൻ പറഞ്ഞു. ഈ ഇദ്ദേഹം കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ, അതായത് ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ആളാണ്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ലോൺ എടുത്തിട്ട് ഉത്സവം അടയ്ക്കേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ വലിയ കെട്ടിടത്തിന് മുകളിൽ ചാടി ആത്മഹത്യ. ഇതൊരു പരിഹാരമാണോ? അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ കോമഡികളുടെ പരിഹാരമുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് അനുസരിച്ചുള്ള കുറച്ച് നേരം ധ്യാനത്തിലിരിക്കുക. എല്ലാത്തിൽ നിന്നും മറന്ന് അതിന് രാവിലെ നിലവിളക്ക് എത്തിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇഷ്ടമുള്ള ദേവതയുടെ മന്ത്രം ചൊല്ലൂ. ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലൂ. ഇനി മന്ത്രം അറിയാൻ പാടില്ല, നാരായണ നാം ചൊല്ലൂ. ഇനി ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലൂ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ ജയിക്കട്ടെ, ഞാൻ നല്ലവനാവട്ടെ, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പറയൂ. ആ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് അത് കൂടെ തരും. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അത് രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കൂട്ടുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങുക. നമ്മൾക്ക് ജീവിതത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ തരണം ചെയ്യാൻ നമുക്ക് കുറച്ച് ആത്മധൈര്യം വേണം. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം. വരുന്ന എന്ത് വെല്ലുവിളിയെ നേരിടാനായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അതിന് ഏകാഗ്രത വേണം. അത് നിങ്ങൾ നേടിയെടുക്കണം. പിന്നെയോ വൈകിട്ട് വന്നാൽ 1 നാഴിക 24 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം. എന്തിനാണ്? കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് സത്യം തന്നെയാണ്. കൂടി നോക്കുക, അപ്പൊ അറിയാം. എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ചിരുന്ന് നിങ്ങൾ അന്നത്തെ കാര്യങ്ങൾ സംസാരിക്കണം, ചർച്ച ചെയ്യണം. നമ്മളെല്ലാം ഇന്ന് പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും അന്തരീക്ഷത്തിൽ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്ന് വീഴാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ ചർച്ച ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമായിരിക്കും നിങ്ങൾക്ക് അതിന് പരിഹാരം തരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഇന്ന് എല്ലാവരും യന്ത്രത്തിന്റെ മുമ്പിലാണ്. യന്ത്രമാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ആ യന്ത്രം മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നിങ്ങൾ കൂടി ഇടപെടണം. പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ സാഹചര്യം ഇല്ല. അപ്പൊ നമ്മളായിട്ട് സാഹചര്യം ഉണ്ടാകും, നമ്മുടെ കുടുംബത്തുണ്ടാകും. അവരവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് നിങ്ങളും അറിയണം. നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് അവരും മനസ്സിലാക്കണം. അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ പോരായ്മകൾ അവർക്കും മനസ്സിലാവും, അവരുടെ പോരായ്മകൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കും, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇന്നലെ ബന്ധം നടന്നില്ല, ഇനി നാളെ നിങ്ങൾക്ക് നടന്നില്ല. ഇന്നത്തെ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇന്നീ കണ്ട തടിക്ക് വിനാശം ഇന്ന നേരം തന്നെ എന്നും അറിയില്ല. നമ്മുടെ ഈ തടിക്ക് വിനാശം വരുന്നത് ഏത് സമയത്താണ് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടെ അടുത്തൊരു ജിമ്മുണ്ട്. ആ ജിമ്മില് വർക്കൗട്ട് ചെയ്തിരുന്ന ഒരാള് നേരെ മാറി മരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? നമുക്കറിയില്ല അടുത്ത വർഷം എന്ത് സംഭവിക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ നഗരത്തിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്നൊരു വിഷഗ്വരൻ, അതായത് ഡോക്ടർ ഒഴിഞ്ഞു വീണ് മരിച്ചു. നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുണ്ട്, CPR കൊടുക്കാൻ സന്നദ്ധനായ ഡോക്ടർമാർ കൂടെ ഉണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നമ്മളിലേക്ക് ജീവിതം എങ്ങനെയാണ്, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങളുടെ
ഉത്തരവാദിത്തങ്ങളെ നിങ്ങളോടുള്ളതും നിങ്ങളുടെ കുടുംബത്തോടുള്ളതും നിങ്ങളുടെ സമൂഹത്തിനോടുള്ളതും നിറവേറ്റുന്നതിനോട് വരിക. അടുത്ത വരിയിൽ പ്രകാരം പറയുന്നു, ഇന്നലെയോ എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്ന് കണ്ടവർക്ക് വിനാശം, ഉള്ള നേരം എന്ന് പറഞ്ഞില്ല, കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോടായിരിക്കും പോകാൻ. ഞാൻ രാവിലെ ഓഫീസിൽ പോയപ്പോൾ കണ്ടാളെ തിരിച്ചു വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും പോകാൻ. 2-4 ദിനങ്ങളുടെ അടുത്തിന് തണ്ടിലേക്ക് നടത്തുന്നതും പോകാൻ. ശരിയല്ലേ? നമ്മുടെ ഓർക്കാപ്പുറത്ത് ഒരാൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് മാളിക മുളകേറി മണ്ണെന്നതുപോലെ മാറാപ്പ് കേൾക്കുന്നതും പോകാൻ. 450 കൊല്ലം മുമ്പാണ് പൂന്താനം ജീവിച്ചിരുന്നത്. അന്ന് മാളിക എന്ന് പറയുന്നത് മന്നന് മാത്രം, മന്നെന്ന് വെച്ചാൽ രാജാവിന് മാത്രം ഉണ്ടായിരുന്നതാണ് മാളികകൾ. ആ മാളികകളിൽ താമസിക്കുന്ന രാജാവ് പോലും അദ്ദേഹത്തിന്റെ ഘടകാര്യസ്ഥത കൊണ്ടും ദുർവർണ്ണം കൊണ്ടും അല്ലെങ്കിൽ ദീർഘവിഷ്ണം ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ സകലതും നഷ്ടപ്പെട്ട് കിട്ടിയതെല്ലാം ഒരു വാടത്തി പെറുക്കി ഓടേണ്ട അവസ്ഥ വന്നു. അദ്ദേഹം ഭൂമിയിൽ അലയേണ്ട അവസ്ഥ വന്നു. അപ്പം അങ്ങനെയും സംഭവിക്കും, നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യമാണ്. കണ്ടതൊന്നുമേ സത്യമല്ല എന്നുള്ള മുന്നേ കണ്ടിട്ട് അറിയുന്നു ചോദിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ശരീരമല്ല ഞാൻ, എന്നിട്ട് വിളിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്നുള്ളത്. ആ സത്യം ചിലരെല്ലാം മുൻകൂട്ടി അറിയുന്നു. ശങ്കരാചാര്യര് കുട്ടി ശങ്കരനായിരുന്നപ്പോൾ, അതായത് 9 വയസ്സുള്ള ബാലനായിരുന്നപ്പോൾ കാലിപ്പുഴയെ കുളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുതല കരുതി ചിരകാലമായിട്ടുള്ള ആഗ്രഹമാണ് സന്യാസിയാവുന്നത്. അമ്മ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അമ്മയോട് പറയുന്നു, അമ്മ ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിക്കുക, അമ്മയുടെ സമ്മതം കിട്ടി ഞാനൊരു സന്യാസിയായി മരിച്ചോട്ടെ എന്ന് പറയുന്നു. അമ്മ സമ്മതം മൂടി മുതല കടിവിട്ടു പോയി. അങ്ങനെ സന്യാസം സ്വീകരിച്ച് ശങ്കരൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്, തന്റെ ഗുരുവിനെ അന്വേഷിച്ച്. അങ്ങനെ പോയി അദ്ദേഹം ചോദിച്ച സംശയങ്ങൾക്ക് സംശയ നിവാരണം നടത്താൻ പറ്റിയ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, നിങ്ങൾ ഹരിദ്വാർ ചെല്ലുക, അവിടെ ഗോവിന്ദഭട്ടപാദർ എന്ന് പറഞ്ഞൊരാളെ കാണാം, അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ശങ്കരനോട് ഗോവിന്ദഭട്ടപാദർ ചോദിച്ചു, മകനെ നീ ആരാണ്? ഞാൻ അഗ്നിയല്ല, വായുവല്ല, ഭൂമിയിലെ സൂക്ഷ്മ ജീവജാലം ഒന്നുമല്ല, ഞാൻ ചൈതന്യമാണ് എന്ന് പറയുന്നു. അതായത് ആത്മതത്വം പറഞ്ഞു കൊടുത്തു. 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു ബാലനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഗോവിന്ദഭട്ടപാദർ വെച്ച്, മകനെ നീ എവിടെയായിരുന്നു? അദ്ദേഹത്തിന് കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുന്നേ കണ്ടിട്ട് അറിയുന്നത് ചിലർ. നമ്മളെല്ലാം നമ്മുടെ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചപ്പോൾ ഇനി ശങ്കരാചാര്യർക്ക് ഇനി ശങ്കരനായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായിരുന്നു. അങ്ങനെ പ്രധാനം വീണ്ടും തുടരുകയാണ്. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ വിഴന്നിടുന്ന നമുക്കിറങ്ങിയിടുവാൻ. ചുഴന്നിടുന്നതെന്ന് വെച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംസാര ചക്രത്തിൽ ഭൂമി കറങ്ങുന്നു, കൂടാതെ സൂര്യനെ ചുറ്റുന്നു, പിന്നെയോ സൗരയൂഥം മൊത്തം ബ്രഹ്മാണ്ടം ചുറ്റുന്നു. അതാണ് ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ അലഞ്ഞു നടക്കുന്ന നമ്മൾ ഇറങ്ങിയിടുവാൻ, ചുഴന്നിടുന്ന നമ്മൾ ഇറങ്ങിയിടുവാൻ. അറിവുള്ള മഹത്തുക്കൾ ഒരു പരമാർത്ഥം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. എന്താണ് അറിവുള്ള മഹത്തുക്കൾ? ഉദാഹരണമല്ല പറഞ്ഞത്, ഞാനല്ല പറയുന്നത്. അറിവുള്ള മഹത്തുക്കൾ പറഞ്ഞു നമുക്കുള്ള കാര്യം എന്താണ്? എഴുതായിട്ട് മുക്തി ലഭിക്കാനൊരു മാർഗമുണ്ട് കേൾപ്പിനെല്ലാവരും. നമ്മളെല്ലാവരും മനുഷ്യജന്മം കിട്ടിയത് ധർമ്മം പാലിച്ച് ജീവിച്ച് മോക്ഷഗതി പ്രാപിക്കാനാണ്. മോക്ഷഗതി എന്ന് വെച്ചാൽ പിന്നെ പുനർജന്മമില്ല, നമുക്ക് ഭഗവാനെ അലിഞ്ഞു ചേരാൻ സാധിക്കും. പുനർജന്മമില്ല, ഭഗവാന്റെ അംശമായിട്ട് മാറാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യജന്മം ഉപയോഗിക്കുന്നത് എന്നാണ് പ്രധാനം പറയുന്നത്. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും അധ്യാത്മ ഗ്രന്ഥങ്ങളും എല്ലാത്തിന്റെയും തത്വം അത് തന്നെയാണ്. അത് പ്രധാനം മലയാളത്തിൽ എഴുതി വെച്ചു. അത് ആണ് ഈ പറയുന്നത്. ചുഴഞ്ഞിരുന്ന സംസാര ചക്രത്തിൽ ഒഴിഞ്ഞിരുന്ന നമുക്ക് ലളിതമായിട്ട് മുക്തി ലഭിക്കാനായി മാർഗമുണ്ടത് കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുന്നിനാൽ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം, നമ്മളെല്ലാം ബന്ധിച്ച സാധനം കർമ്മമാണ്. എന്താണ് കർമ്മം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ ഉള്ളൂ. രാമായണമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. എല്ലാ ആൾക്കാരെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാകുന്ന ഒരു പക്ഷേ രാമായണമായിരിക്കും. നമുക്ക് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നതാണ്. രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിച്ചേ മതിയാവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ ഒരു തസ്കരൻ കൂടിയായിരുന്നു. അദ്ദേഹം മോഷിച്ചപ്പോൾ സപ്തർഷികൾ അതിലൂടെ വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതൊക്കെ? എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന പാതകത്തിന്റെ കർമ്മഫലം അവരനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, നിങ്ങളല്ലേ ചെയ്തത്, നിങ്ങളനുഭവിച്ചത്, ഞങ്ങളെന്തിനാണ് അനുഭവിക്കുന്നത്? പക്ഷെ കട്ടുകൊണ്ടെന്ന മുതലെല്ലാം അനുഭവിച്ചത് അവരാണ്, അവരും കൂടി അനുഭവിച്ചു. അങ്ങനെ മനസ്സാന്തരപ്പെട്ട ആളാണ് രത്നാകരൻ വാൽമീകിയായത്. രാമായണത്തിൽ പറഞ്ഞ അതേ തത്വം ഭാഗവതത്തിലെ ഒരു തത്വമാണ് പറയുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് പുണ്യകാലം. പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങളും പുണ്യപാപങ്ങളും വിശ്രമകർമ്മവും. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മത്തിന്
പുണ്യഫലം തന്നെ കിട്ടും, പാപകർമ്മങ്ങൾക്ക് പാപഫലം തന്നെ കിട്ടും. പാപം വിശ്രമം കർമ്മത്തിന് പുണ്യം ചങ്ങല ഒന്നി പറഞ്ഞത് മറ്റൊരു കൊണ്ട് എണ്ണത്തിലേക്ക് ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പുണ്യന്റെ ചങ്ങലയാണെങ്കിൽ ചെയ്യുന്ന പാപങ്ങളുടെ ഇരുമ്പ് ചങ്ങലയാണ്. പുണ്യപാപകർമ്മങ്ങൾ വിശ്രമം കർമ്മമാണെങ്കിൽ രണ്ടിലും എടുത്തു പണത്, രണ്ടാലും എടുത്തു പണി ചെയ്ത വിശ്രമം ചങ്ങലയല്ലോ ഇങ്ങനെ പറയുന്നു. ബ്രഹ്മാവാദിയായി ചേർന്നോളം കർമ്മഭദ്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ഈ സൃഷ്ടിയുടെ പിതാവ്. ആ ബ്രഹ്മാവ് പോലും കർമ്മബദ്ധരാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതൽ ഈച്ച ഇരുമ്പോളം ഏറ്റവും ചെറിയ ജീവികളായിട്ടെന്ന് ഉദാഹരണം വർണ്ണിക്കുന്നത് ഈച്ചയും എറുമ്പിനെയാണ്. എന്നതിനേക്കാൾ വലിയ സൂക്ഷ്മജീവികളുണ്ട് നമുക്കറിയാം അല്ലെ. നമുക്ക് ഏറ്റവും നന്നായി കൊണ്ടുനടക്കുന്ന നമ്മുടെ ശരീരഭാഗമാണ് മുഖം അല്ലെ. തിരകഞ്ചാത്തി ചീകി മഴകായി എന്നൊക്കെ എടുത്തി ഈ മുഖത്ത് പോലും നമ്മൾ ഭൂതകണ്ണാടി വെച്ച് നോക്കിയാൽ എത്രയോ സൂക്ഷ്മ ജീവികളെ കാണാം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്രയും ജീവജാലങ്ങൾ നമ്മുടെ മുഖത്തുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവജാലങ്ങളുണ്ട്, നമുക്ക് അതുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളുണ്ട്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള മറ്റു ജീവജാലങ്ങളുണ്ട്, മറ്റ് ശബ്ദങ്ങളുണ്ട്. ഇത് അതാണ് പ്രധാനം പറയുന്നത്. അന്ന് പ്രധാനം എഴുതി വെച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈച്ച എഴുതുമ്പോൾ എന്ന് പറയുന്നത് അതിനേക്കാളും ചെറിയ സൂക്ഷ്മജീവികൾ ഇന്ന് ഉണ്ട്. അപ്പൊ ആരും പോലും കർമ്മബദ്ധന എന്ന് പറഞ്ഞാൽ അങ്ങനെ അഷ്ടദിക്പാലകരും പൗർണ്ണമോടുള്ള ദിക്കുന്നതോറും കളച്ചു കിടക്കുന്നു. അഷ്ടദിക്പാലകർക്കും ഓരോ ദിക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഭഗവാന്റെ മുമ്പിൽ ഒരു കീർത്തനുണ്ടാവും, അതാണ് ഇന്ദ്രൻ. ഈ അഗ്നി കൂടെയല്ലേ, അതായത് തെക്ക് കിഴക്കൻ മുകളിലിരിക്കുന്നതാണ് അഗ്നി, തെക്ക് വശത്ത് യമൻ, പിന്നെ നിര്യതി, പടിഞ്ഞാറ് വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. അങ്ങനെ അഷ്ടദിക്പാലകരും അവർണ്ണം ഓരോരോ ദിക്ക് തോറും തറച്ചു കിടക്കുന്നു. ഈ സ്ഥിതി പാലനത്തിനല്ലോ അവതാരങ്ങളും പലതുണ്ടെന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ പരിപാലനത്തിനാണ് ഭഗവാൻ അവതാരങ്ങൾ എടുത്തിട്ടുള്ളത്. 14 ലോകങ്ങളുണ്ട് അല്ലെ. സത്യലോകം മുതൽ പാതാളത്തിന് താഴത്തേക്ക് രസാതലം, ഇങ്ങനെ പല പല ലോകങ്ങളുണ്ട്. അത് ബാക്കി 13 ലോകങ്ങൾക്ക് ഭഗവാൻ അവതാരം എടുത്തിട്ടില്ല. ഭൂമിയുടെ പരിപാലനത്തിനാണ് ഭഗവാൻ അവതാരം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി നമ്മുടെ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം പറയുന്നത്? നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ട് പല പല ജന്മങ്ങൾ നമുക്കുണ്ടാകുന്നു. കല്ലായും പുല്ലായും മണ്ണായും മലയായും ജന്തുക്കളായും പലതരത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് പുനർജന്മം എടുത്ത് ആ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്താണോ അതനുഭവിക്കാൻ ഈ 13 ലോകത്തിൽ എവിടെയെങ്കിലും പോയി അതനുഭവിച്ച് തീർത്തിട്ട് വീണ്ടും കർമ്മം നേടാനായി ഭൂമിയിലുണ്ട്. ഭൂമിയിൽ നിന്ന് അത്രയും നേടുന്ന കർമ്മങ്ങൾ, ഭൂമിയിൽ നിന്ന് മാത്രമേ കർമ്മങ്ങൾ നേടാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥലത്ത് ഏത് ജന്മമാണെങ്കിലും യക്ഷനോ കിന്നരനോ യന്ത്രവോ എന്താണെങ്കിലും മനുഷ്യജന്മം സിദ്ധിച്ച് കർമ്മം ചെയ്താൽ മാത്രമേ കർമ്മഫലം നേടാൻ പറ്റുള്ളൂ, പുണ്യം നേടാൻ പറ്റുള്ളൂ, മോക്ഷം നേടാൻ പറ്റുള്ളൂ. അതിന് ഭൂമിയിൽ തന്നെ വന്ന് പിറക്കണം. നമ്മള് വീട്ടിൽ നിന്ന് കുറെ കാശുമായിട്ട് നമ്മൾ യാത്ര പോയി നേടുന്ന കാശ് തീരുന്ന പോലെയാണ്. നമ്മൾ ആ ജന്മത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം കൊണ്ട് നമ്മള് അതിന് അടുത്ത അതിന്റെ ഫലം അനുഭവിക്കാൻ വേറൊരു ലോകത്ത് പോയി ജീവിച്ച് തിരിച്ച് വീണ്ടും വന്ന് ഭൂമിയിൽ പിറക്കുന്നു. അങ്ങനെ പല പല ജന്മങ്ങൾ കൊണ്ടിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യരായി ഭൂമിയിൽ പിറക്കുന്നത്. മനുഷ്യന്റെ തന്നെ പ്രത്യേകത, മനുഷ്യന് മാത്രമാണ് തന്റെ തലച്ചോറ് ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ളത്. മറ്റുള്ള എല്ലാ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും നോക്കുള്ളൂ, അവരുടെ ഉടലും തലയും എല്ലാം ഒരേ ലെവലിലാണ് അല്ലേ. ആനയാണെങ്കിലും പശുവാണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും അല്ലേ, അങ്ങനെയല്ലേ. മനുഷ്യന് മാത്രമാണ് തന്റെ തലച്ചോറ് കൂടുതലുള്ളത്. അങ്ങനെ ചിന്തിക്കാനും സംസാരിക്കാനും കഴിവുണ്ട്, വിവേകവും ഉണ്ട്. മറ്റു മൃഗങ്ങൾക്കും അതൊക്കെ ഉണ്ട്. 1% 2% ഒക്കെ ഉള്ളൂ. ഞാനോട് ഇങ്ങോട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ തിരിയും, അതിനൊന്ന് മനസ്സിലാവും. അത്രയ്ക്ക് മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യന് അത്രയ്ക്ക് വിദ്യയുണ്ട്. അതുകൊണ്ട് ആ സൃഷ്ടികർത്താവ് എത്ര കഴിവുള്ള ആളാണ്, എത്ര ദീർഘദൃഷ്ടത്തോടെയാണ് ഓരോ സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു നാളികേരം എത്ര വലിയ തെങ്ങാണ്, ഇതിന്റെ മുകളിൽ നിന്ന് താഴ്ത്തു വരുമ്പോൾ അതിന് ക്ഷതം സംഭവിക്കാതിരിക്കാനാണ് അതിനൊരു വലിയ മടലും അതിനൊരു ചിരട്ടയും പിന്നെ കാമ്പും അതിനുള്ളിലായിട്ടുള്ളത്. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് ഭൂമിയിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി കൂടി കണ്ടുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന് മാത്രമാണ്
ചിന്തിക്കാനുള്ള കഴിവുള്ളത്. മനുഷ്യജന്മത്തിന് പ്രാധാന്യം അതാണ്. അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കണം, നീ ധർമ്മം ചെയ്യണം, നീ മോക്ഷം നേടണം, ഭഗവാന്റെ അംശമായി നന്നായി. അപ്പോ ഇത് പറയുന്നു, ലവണാംബുതി പതിയെ വിളങ്ങുന്ന ജംബുദ്വീപതി യോജനലക്ഷ്യം. അപ്പൊ ലോകത്തിലെ ഭൂമിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ ഭൂമിയുടെ സംരക്ഷണത്തിനാണ് ഭഗവാൻ അവതാരങ്ങളോട് എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ വന്ന് കർമ്മം നേടാൻ പറ്റുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും പിന്നീട് പുനർജന്മം കിട്ടുമ്പോൾ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് അവർ മോക്ഷം പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് അപ്പോൾ പ്രധാനങ്ങളും ഏറ്റവും ഉന്നതിയുള്ളതും ഉചിതമായതും ഭൂമിയാണ്. അതില് ലവണാംബുതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജനലക്ഷവും ജ്ഞാനപ്പാടിയുടെ ഒരു വരിയാണ്. ഞാൻ പറഞ്ഞു, 49 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്. വെലിയൊലിക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് പോലും ഇത്രയും ജ്ഞാനമുണ്ടായിരുന്നു. നമ്മളൊക്കെ ക്ലാസ്സുകളിലാണ് അത് പഠിച്ചത്. നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം ഈ മണ്ണ് മുതൽ ബ്രഹ്മാണ്ഡം വരെയുള്ള സകല പുരാണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് വിശദമായി തന്നെ. ഒന്നും വായിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല. പറഞ്ഞു തരാൻ നമുക്ക് ആരും ഇല്ലാതെ കഴിക്കും. നമുക്ക് അതിനൊരു ചട്ടക്കൂടോ ചിട്ടവട്ടങ്ങളോ ഇല്ല എന്നൊക്കെ പഠിച്ചെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആധ്യാത്മിക മൂല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കുക. ജീവിതമൊക്കെ മനസ്സിലാക്കി നമ്മളെ ജീവിത സാഫല്യം ആത്മസാക്ഷാത്കാരം നേടണം. പറയുവാണ്, ഈ ഭൂമിയില് ലവണാംബുതി മധ്യേ, ലവണാംബുതി എന്ന് വെച്ചാൽ ലവണം വെച്ചാൽ ഉപ്പ്, ലവണാംബുതി മധ്യേ സാഗരം, ഉപ്പ് സാഗരത്തിന്റെ നടുക്ക് ജംബുദ്വീപുണ്ട്. അത് ഒരു ലക്ഷം യോജനയാണ്. ലക്ഷം എന്ന് ഉദ്ദേശിച്ചാൽ അസംഖ്യം, എണ്ണാൻ പറ്റാത്തത് എന്നാണ്. ശരിയല്ലേ? ഈ സപ്തദ്വീപുകളുണ്ട്, അതിൽ ഏറ്റവും ഉത്തമമല്ലോ ജംബുദ്വീപ്. എന്താണ് 7 ദ്വീപുണ്ടെന്ന് വരെ അദ്ദേഹത്തിന് അറിയാം. നമ്മൾ 7 പെൻസിൽ 7 പാഠ്യപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് തന്നെയാണ് അത്. അതിൽ ഏറ്റവും ഉത്തമമാണ് ജംബുദ്വീപ്. ഏറ്റവും ലളിതമാണ്, ലക്ഷം യോജനയുണ്ട്. അതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ. അന്ന് ഈ ഏഷ്യ എന്ന വൻകരയെ 7 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് 400 വർഷം മുമ്പ്. അതിൽ ഉത്തമമല്ലോ ഭാരത ഭൂഖണ്ഡം. ഏറ്റവും ഉത്തമമായ സ്ഥലം ഭാരതമാണ്. ആ ഭാരതത്തില് വീണ്ടും ഏറ്റവും ഉത്തമമായത് പരശുരാമ ക്ഷേത്രമായ കേരളമാണ്. നമ്മൾ അവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ മനുഷ്യനായി തന്നെ ജനിച്ചു. ഇനി എന്തിനാണ് വൈകുന്നത്? നിങ്ങൾ തിരുനാമ സങ്കീർത്തനം ചൊല്ലണം, ധർമ്മം ചെയ്ത് നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ മോക്ഷപ്രീതി പ്രാപിക്കണം എന്നാണ് യുഗം 4 നല്ലൂ കലിയുഗം. 4 യുഗത്തിലും ഏറ്റവും നല്ലത് കലിയുഗമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്താലാണ് മോക്ഷം അന്നൊക്കെ നേടാൻ സാധിച്ചത്. 60,000 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ഹൃദയയുഗത്തില് മോക്ഷം നേടിയിരുന്നത്. യാഗങ്ങൾ നടത്തിയിട്ടാണ് ത്രേതായുഗത്തില്. ഇങ്ങനെ കലിയുഗത്തിലാണെങ്കിലും നമുക്ക് തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ ജീവിതത്വം ഇതാണ്. പതിനാലോകത്തെ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്. ആ ഭൂമിയിലെ നമുക്ക് കർമ്മങ്ങൾ നേടാൻ പറ്റും. കർമ്മങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. നമ്മളെ എല്ലാം കർമ്മം കൊണ്ട് ബന്ധിച്ചതാണ്. ബ്രഹ്മാവാദിയായ ഈച്ചേർന്നുള്ള കർമ്മങ്ങൾ കൊണ്ട് ബന്ധിച്ചതാണ്. അത് ഈ 14 ഏറ്റവും ഉത്തമമായ ഭൂമിയിലാണത് സിദ്ധിക്കുന്നത്. അതിന് മനുഷ്യജന്മം തന്നെ വേണം. അത് ഈ ലവണാംബുതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപിലാണ് ഏറ്റവും ഉത്തമം. അതിൽ 9 ഖണ്ഡങ്ങളുള്ള ഭാരതഖണ്ഡമാണ് അതിൽ ഏറ്റവും ഉത്തമം. അതില് ഈ ഭാർഗവഭൂമിയായ കേരളമാണ്. അതിൽ നിന്നൊരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ നീ ഭാഗ്യവാനാണ്. പുല്ലല്ല, ഞാനിപ്പോൾ മനുഷ്യൻ തന്നെയാണ്. 4 യുഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലിയുഗത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. തിരുനാമ സങ്കീർത്തനം കൊണ്ട് നിനക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് ജീവിതത്തിൽ മനുഷ്യജന്മം സിദ്ധിച്ചത്. എങ്ങനെയാണ്? നമ്മൾ പല പല ജന്മങ്ങളായി ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട്, അന്ന് ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഈ മനുഷ്യജന്മം കിട്ടിയത്. അത് നീ വെറുതെ പറയരുത്. ചുറ്റു തിന്നല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ കാലം ഇന്ന കലിയുഗമല്ലയോ, നമ്മളെല്ലാം നരന്മാരല്ലയോ, ചെന്നൈ വിദ്യുത്വീടുക തിരുനാമം. എത്രയോ നാമങ്ങളുണ്ട് ഭഗവാന്റെ. അതില് നാമങ്ങൾ നമ്മൾ ചൊല്ലുക. നമ്മളെല്ലാം ഒരു ദിവസം ഒരുപാട് പാവങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് അല്ലെ? പുണ്യനായ കൂടുതൽ പാവങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആ പാവങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, രാഷ്ട്രീയത്തിലാണെങ്കിൽ സാംസ്കാരിക ബന്ധങ്ങളിൽ എല്ലാം ഉള്ള പേരുകളെല്ലാം ഭഗവാന്റെ പേരുകളുള്ള ഒരുപാട് പേരുണ്ട്. ഭഗവാന്റെ പേരുകൾ നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ പുണ്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതെല്ലാം കഴുകിപ്പോകുന്നു എന്നാണ് സത്യം. ഇത് നമ്മളൊക്കെ എന്തൊക്കെയാണ് ഇല്ലാതായി പോയത്. അപ്പോ തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് മോക്ഷം സിദ്ധിക്കാൻ സാധിക്കുന്നത്. ചെന്നൈക്ക് എത്തിച്ചിടുക തിരുനാമം പറയുവാണ്. ഭഗവാൻ നാമങ്ങള് മനസ്സിരുത്തി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നായി പരിഹസിച്ചുകൊണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരുത്തർക്ക് വേണ്ടി എന്നായാലും
ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. അതാണ് തിരുനാമ സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം. ഭഗവാന്റെ നാമങ്ങള് ആത്മാർത്ഥമായിട്ട് വിളിക്കൂ. പിന്നെ അതല്ലെങ്കിൽ മറ്റൊരാളെ പരിഹസിച്ചെങ്കിലും വിളിക്കൂ, അല്ലെങ്കിൽ മറ്റൊന്നായിട്ടെങ്കിലും വിളിക്കൂ, അല്ലെങ്കിൽ മറ്റൊരുത്തർക്ക് വേണ്ടിയെങ്കിലും വിളിക്കൂ. ഇപ്പോഴേ ജന്മസാഫല്യം വന്നുപോയി. മതി ഉണ്ടെങ്കിലൊക്കെ മതി, ഇത് തിരുനാമത്തിൽ മഹാത്മ്യമാണ്. പിഴയായാലും പിഴകീടെന്നാലും തിരുവുള്ള വരൂല എന്നാണ് ജ്ഞാനപ്പാന എഴുതി. ഞാനിവിടെ പറയുന്നത് അത് തന്നെയാണ്. ഏതായിരുന്നു പ്രവാസത്തില് പറഞ്ഞതില് എന്തെങ്കിലും പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന് തിരുവുള്ള വരൂല എന്നോട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആധ്യാത്മികത്തിന്റെ എന്തെങ്കിലും ഒരംശം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനായി. നമ്മളുടെ എല്ലാം മസ്തിഷ്കത്തിനുള്ളില് അനേകം അറകളിലായിട്ട് ഈ അറിവുകളെല്ലാം ഉണ്ട്. ജന്മത്തിലൂടെ നമുക്ക് സിദ്ധിച്ചിട്ടുള്ളതാണ്. അത് തുറക്കാനായിട്ടുള്ള ഒരു താക്കോല് വേണം. ഞാനീ പറഞ്ഞതിലെല്ലാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാക്യമോ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമോ തന്തോ എന്തെങ്കിലും അത് തുറക്കാൻ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ പ്രഭാഷണം ഞാനിവിടെ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രയും സമയം വളരെ ഗംഭീരമായ രീതിയിൽ നല്ലൊരു ആധ്യാത്മിക പ്രഭാഷണം നടത്തി നമ്മളൊക്കെ ഭക്തവാനിലേക്ക് നയിച്ച ബഹുമാനപ്പെട്ട ശ്രീ പി സത്യരാജ് ദത്ത മേട്ടൂർ അവർക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. ഉടൻ തന്നെ മാസ്റ്റർ അംബികാസുരന്റെ സോപാന സംഗീതം ആരംഭിക്കുന്നതാണ്. സോപാന സംഗീതത്തിന് ശേഷം ഭക്തിഗാനസ്തുതി ഉണ്ടായിരിക്കും.